എല്ലാ ക്ഷേത്രങ്ങളിലും പ്രധാനമായിട്ട് ഭക്തർ വരുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം ഇതായിരിക്കും. വലിക്കല്ല് പ്രദക്ഷിണം വെക്കരുത്. വലിയ വലിക്കല്ലെന്ന് കണ്ടിട്ടില്ലേ? വലിക്കപ്പരയിൽ വലിയൊരു കല്ല് കണ്ടോ? അതെ അതെ അതെ. ആ വലിയ വലിക്കല്ല് മുറിഞ്ഞു കിടക്കാൻ പാടില്ല. അത് വടക്ക് കൊടുത്ത് അതിന് പ്രദക്ഷിണം വെക്കാൻ പാടില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും പ്രധാനമായിട്ട് ഭക്തർ വരുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം ഇതായിരിക്കും. വലിക്കല്ല് പ്രദക്ഷിണം വെക്കരുത്. വലിയ വലിക്കല്ല് പ്രദക്ഷിണം വെക്കരുത്. മറ്റ് വലിക്കല്ലുകളുടെ ഒക്കെ പുറത്തുകൂടി തന്നെ പ്രദക്ഷിണം വെക്കുകയും വേണം. കാരണം അതും കൂടി ആ ദേവന്മാരെയാണ് അദ്ദേഹത്തിന്റെ ആ ക്ഷേത്രത്തിലെ അകത്തുള്ള ഇത് ദിക്പാലന്മാരാണ്. ആ ദിക്പാലം പുറത്തുള്ളത് ആ ക്ഷേത്രത്തിൽ ദേവന്റെ ഭൂതഗണങ്ങളാണ്. അപ്പൊ അവരെ കൂടി ചേർത്ത് വേണം പ്രദക്ഷിണം വെക്കാൻ. അതുകൊണ്ട് ഈ ബലിക്കല്ലുകൾ ഉണ്ടെങ്കിൽ അതിന്റെ പുറത്തു കൂടിയേ പ്രദക്ഷിണം വെക്കാവൂ. അപ്പൊ ഈ വലിയ ബലിക്കൽ ഇരിക്കുന്നത് എവിടെയായിരിക്കും? അത് ദേവന്റെ നേരെ നടയില്. അതിന് ബലിക്കൽ പുര എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം തന്നെയാണ്. അത് ഓപ്പൺ എയറിൽ വെക്കാൻ പാടില്ല. അതിന് ബലിക്കപ്പുരയുണ്ടാവും. അതായത് കൊടിമരത്തിന്റെ ദേവന്റെ മണ്ഡപത്തിന്റെ ഇടയിൽ അതിന് കണക്കുണ്ട്. ബലിക്കപ്പുരയ്ക്ക് ആ സ്ഥാനത്ത് വേണം അത് ചെയ്യാൻ. അപ്പൊ ആ വലിക്കപ്പരയില് വലിയ വലിക്കല്ല് ഇരിക്കുന്ന ദിക്കില് ഈ വലിയ വലിക്കല്ലും ഈ ദേവന്റെ സഹസ്രാര പത്മത്തിലാണ്. അതായത് ഏത് ദേവന്റെ ആണെങ്കിലും. അപ്പൊ അത് മുറിയാൻ പാടില്ല. ഈ സഹസ്രാര രന്ധ്രം മുറിയരുത് എന്നുള്ളതാണ്. ആ സഹസ്രാര പത്മത്തിൽ നിന്ന് വടക്കോട്ടുള്ള ഫ്ലോ ആണ് രന്ധ്രം എന്ന് പറയുന്നത്. രന്ധ്രം എന്ന് പറഞ്ഞാൽ ദ്വാരം എന്നേ അർത്ഥമുള്ളൂ. ആ ദ്വാരം മുറിയരുത്.